സി രാധാകൃഷ്ണന്റെ രാഷ്ട്രീയം പൊളിറ്റിക്സ് എനിക്കുള്ളത് മഹാത്മാഗാന്ധിയുടെ രാഷ്ട്രീയമാണ്. മഹാത്മാഗാന്ധി 47 പറഞ്ഞു, നമുക്ക് ഇനി രാഷ്ട്രീയം വേണ്ട, ഇന്ത്യയിലെ രാഷ്ട്രീയ പാർട്ടികൾ ഭരിക്കണ്ട, ഇവിടെ ഗ്രാമപഞ്ചായത്ത് അടിസ്ഥാനത്തിൽ ഇന്ത്യയിലെ മഹാജനം മൊത്തമായിട്ട് ഭരിക്കണം. അദ്ദേഹം അതിന് ഡീറ്റെയിൽഡായിട്ട് സ്കീമും പ്ലാനൊക്കെ ഉണ്ടാക്കിയിരുന്നു. സത്യം പറഞ്ഞാൽ അത് നടപ്പിലായിരുന്നെങ്കിൽ നമുക്കിപ്പോൾ ഉള്ള ഈ ബുദ്ധിമുട്ട് വരുമായിരുന്നില്ല. ഇപ്പോൾ നോക്കൂ, ഇന്ത്യ രാജ്യം ഉണ്ടായതിനു ശേഷം റൈറ്റ് ഫ്രം ദി ഡേ വി ഗോട്ട് ഇൻഡിപെൻഡൻറ്റ്, ഏതെങ്കിലും ഒരു സർക്കാർ സ്റ്റേറ്റിലോ കേന്ദ്രത്തിലോ മെജോറിറ്റി സർക്കാർ ഉണ്ടായിട്ടുണ്ടോ? ഉണ്ടോ? ഹാസ് എനി മെജോറിറ്റി ഗവൺമെൻറ് റൂൾ ദി സ്റ്റേറ്റ് ഓർ ദി സെൻറ്റർ ആഫ്റ്റർ ഇൻഡിപെൻഡൻസ്? ആ കാലത്തൊക്കെ എത്ര പോളിംഗ് ശതമാനം നെഹ്റു ഉണ്ടായിരുന്ന കാലത്ത്? 30, 35, 40% മാക്സിമം. അന്നത്തെ കാലത്ത് എത്ര പേരെ വോട്ട് ചെയ്തിരുന്നത്? അതായത് ഒരു കോൺസ്റ്റിറ്റ്യുവൻസിയിൽ 1,00,000 വോട്ടർമാരുണ്ടെന്ന് ഇരിക്കട്ടെ. നെഹ്റു ഉണ്ടായിരുന്ന കാലം മുഴുവനും വോട്ട് ചെയ്തിരുന്നത് 25,000 പേരോ 30,000 പേരോ മാത്രമാണ്. മനസ്സിലായോ? അന്ന് തന്നെ 2 സ്ഥാനാർത്ഥി ഉണ്ടാവുമല്ലോ. ഒരാൾക്ക് എത്ര വോട്ട് കിട്ടും? ഇതിൻ്റെ ഭൂരിപക്ഷം കിട്ടിയാലേ ജയിക്കുക. അപ്പോൾ അയാളുടെ ഭൂരിപക്ഷം മൊത്തം വോട്ടർമാരുടെ എത്ര ശതമാനമായിരിക്കും? ഇവരാണ് ഇന്ത്യ രാജ്യം ഭരിച്ചിട്ടുള്ളത്. ഒരിക്കലും ഒരു മെജോറിറ്റി ഗവൺമെൻറ് ഇന്ത്യ രാജ്യം ഭരിച്ചിട്ടേ ഇല്ല. അടുത്ത് വരെ വന്നത് ആ രാജീവ് ഗാന്ധി വന്ന ഒരു കാലത്താണ്. തൊട്ടടുത്ത് വരെ എത്തിയിട്ടില്ല. പിന്നെ കാലം കൊണ്ട് ഒരുപാട് ജാതി മത പാർട്ടികളായതോട് കൂടിയിട്ട് പിന്നെയും ഫർദർ ഫ്രാഗ്മെൻറ്റേഷനും വരികയാണ്. അപ്പോൾ ഇപ്പോൾ മൊത്തം വോട്ടർമാരിൽ 10% ഉള്ളൂ ജയിക്കുന്ന ആളുടെ വോട്ട്. ഇപ്പോൾ മിക്കവാറും എനിവേ ട്രയാങ്കുലറാണ് കണ്ടസ്റ്റ്, ചിലപ്പോൾ 5 ആണ് 6 ആണ് കണ്ടസ്റ്റ്. ട്രയാങ്കുലർ ആയതിന് എത്രയായിരിക്കും ശതമാനം? നമ്മുടെ നാട് ഒരിക്കലും ഒരു ഡെമോക്രാറ്റിക് ഗവൺമെൻറ് അല്ല. നമ്മൾ വലിയ അഹന്ത പറയണമെന്ന് മാത്രമേ ഉള്ളൂ. ചില ഈ സ്കാൻഡിനേവിയൻ നാടുകളിലൊക്കെ 50% വോട്ട് കിട്ടുന്ന ആൾ ജയിക്കില്ല. അഥവാ വല്ല ട്രയാങ്കുലർ കോൺടെസ്റ്റ് വന്നു പോയാൽ അവർ റീ ഇലക്ഷൻ വയ്ക്കും 2 പേരെ വെച്ചിട്ട്. ആ 2 പേരിൽ ആർക്കെങ്കിലും ഒരാൾക്ക് മൊത്തം ഇലക്ട്രേറ്റിൻ്റെ 51% കിട്ടിയില്ലെങ്കിൽ ആ ആളെ ജയിക്കില്ല എന്നർത്ഥം. ദാറ്റ് ഈസ് ഡെമോക്രസി. ഇത് ഡെമോക്രസി അല്ല. We never had a democratic government. We never had a majority government. അരുൺ ചോദിച്ചതിന്റെ തുടർ ചോദ്യമാണ്, കോൺഗ്രസ്സുകാരനായ അച്ഛന്റെ മകൻ, അതുകൊണ്ട് ഈ പറഞ്ഞ കാരണങ്ങൾ കൊണ്ടാണോ കോൺഗ്രസിൽ ഒരിക്കലും ഒരു രീതിയിലും കോൺഗ്രസ് അനുഭാവിയായിരുന്നില്ല താങ്കൾ? ഞാൻ ഒരിക്കലും ഒരു പാർട്ടിയുടെ അനുഭാവിയായിരുന്നില്ല. ചില ആളുകളുടെ അനുഭാവിയായിരുന്നു. ദേ വർ നൈസ് പീപ്പിൾ. ഇപ്പോൾ അച്യുതനായാലും വേണ്ടില്ല, കെ ദാമോദരനായാലും വേണ്ടില്ല, എബ്രഹാം മാഷുണ്ടായിരുന്നു, KC അബ്രഹാം, അദ്ദേഹം ആയാലും വേണ്ടില്ല, ഇനി KM മാത്യു ആയാലും വേണ്ടില്ല. ഇങ്ങനെ കുറേ മനുഷ്യരുടെ സ്നേഹമുള്ള ആളായിരുന്നു ഞാൻ. എനിക്ക് അവരുടെ വലിയ കടപ്പാടും വലിയ ബഹുമാനമൊക്കെ ഉണ്ടായിരുന്നു. അത് വേറെ കാര്യം. താങ്കൾ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, എഴുത്തുകാർക്ക് ഇടതുപക്ഷമായിരിക്കാനേ സാധിക്കുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതങ്ങനെയാണല്ലോ. എഴുത്തുകാരന് എല്ലാവർക്കും നന്നായിട്ട് കാണുന്നതിലേ മോഹം ഉണ്ടാവുള്ളൂ. സമത്വ സുന്ദരമായ ഒരു ഭൂമി, ലോകം, സമൂഹം സ്വപ്നം കാണാത്ത ഒരാളും ഒരു എഴുത്തുകാരനാവില്ല, ആയിട്ടുണ്ടായിട്ടുമില്ല. സംശയമൊന്നും വേണ്ട ആ കാര്യത്തിന്. ലെഫ്റ്റ് പോളിറ്റിക്സ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കാണുന്ന ലെഫ്റ്റ് പോളിറ്റിക്സ് എന്താണെന്ന് ആലോചിച്ച് നോക്കൂ. സെക്ടേറിയനാണ് അത്. എൻ്റെ ഗവൺമെൻറ് എന്ന് പറയുന്നത് ആർക്ക് വേണ്ടിയാണ്? ആരുടെ ഗവൺമെൻറ്റാണ്? നിങ്ങൾക്ക് ഞങ്ങളെക്കുറിച്ച് ഒന്നും അറിയില്ല എന്നല്ലേ പറയണം. ആരാണ് നിങ്ങൾ, ആരാണ് ഞങ്ങൾ? ഇനിയൊക്കെ പോട്ടെ, ഭരിച്ച് ജയിച്ചു വന്നാലും ആ ജയിച്ച ആൾ എല്ലാവരുടെയും ആളാണെന്നൊരു ധാരണയുണ്ടോ? അതില്ലല്ലോ. രാധാകൃഷ്ണന്റെ പൊളിറ്റിക്സ് എന്താണ്? അതിന്റെ ചോദ്യത്തിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് കൂടെ പറയാം. താങ്കൾ കഴിഞ്ഞ മാസം കേന്ദ്ര സാഹിത്യ അക്കാദമിയിൽ നിന്ന് റിസൈൻ ചെയ്ത് വലിയ വാർത്തയായിരുന്നു. അത് ഒരു ഫെസ്റ്റിവലിൽ ഒരു യൂണിയൻ മിനിസ്റ്റർ ഇനാഗുറേറ്റ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് താങ്കൾ അതുകൊണ്ട് മാത്രമൊന്നും ആയിരുന്നില്ല. അത് എന്താണ് അതിന്റെ കാരണം? എന്താണ് ഈ അക്കാദമി? കേന്ദ്ര സാഹിത്യ അക്കാദമി എന്ന ഒരേ ഒരു അക്കാദമിയാണ് ഇന്ത്യ മഹാരാജ്യത്ത് ആകെയുള്ള ഒരു ഓട്ടോണമസ് ഡെമോക്രാറ്റിക് ബോഡി ആയിരുന്നു. കേന്ദ്രത്തിൽ തന്നെയുള്ള ലളിതകല അക്കാദമി, സംഗീത അക്കാദമി രണ്ടും ഇപ്പോൾ അഡ്ഹോക്ക് ബോഡീസാണ്. കേരളത്തിലൊക്കെയുള്ള ഇങ്ങനെ അക്കാദമികളുടെ കാര്യമൊന്നും പറയണ്ടല്ലോ. നേരിട്ട് അവിടുന്ന് തീരുമാനിക്കുകയാണ് ഇവിടുന്ന് ട്രിവാൻഡ്രത്ത് നിന്ന് ആർക്ക് അവാർഡ് കൊടുക്കണ്ടേ, ആരെ നിയമിക്കേണ്ടത്, എന്താ വേണ്ടത്. അപ്പോൾ ഇത് ഉള്ള കാലത്താണ് ഞാൻ അവിടെ കഴിഞ്ഞ തവണ പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ തന്നെ ഈ
2 എക്സിക്യൂട്ടീവ് കമ്മിറ്റിക്കകത്ത് 2 എക്സ് ഒഫീഷ്യൽ മെമ്പേഴ്സുണ്ട്. ഗവൺമെൻറ്റിൻ്റെ നോമിനീസാണ്. അവർ കൾച്ചർ മിനിസ്ട്രിയിലെ IAS ഉദ്യോഗസ്ഥന്മാരായിരിക്കും. അവരിതിനെ അഡ്വൈസ് തരാനോ അല്ലെങ്കിൽ ഇവിടുത്തെ കാര്യങ്ങൾ ഗവൺമെൻറ് പ്രൊസീജിയേഴ്സ് കുഴപ്പമില്ലാതെ മുന്നോട്ട് പോകുന്നതെന്ന് മനസ്സിലാക്കാനോ ഒക്കെ ഉള്ള ആളുകളൊക്കെയാണ്. ഒരിക്കലും അവർക്ക് വോട്ടവകാശമില്ല, അവരിടപെടാറുമില്ല. ഇവർ ഭരിക്കാൻ തുടങ്ങി. അപ്പോൾ തന്നെ ഈ അക്കാഡമിക് കൗൺസിലൊക്കെ പ്രശ്നങ്ങളായി, ആകെ വേളമായി ലഹളയായി. എന്തായാലും ആ 5 കൊല്ലം ഒരിക്കലും സമ്മതിക്കാതെ ഞങ്ങൾ കൊണ്ടുനടന്നു. പിന്നെ ഇപ്പോൾ ഞാൻ ചെന്ന് നോക്കുമ്പോൾ അക്കാഡമിയിൽ ഒരിക്കലും ഒരു പുറത്തുനിന്ന് ഒരാൾ രാഷ്ട്രീയക്കാരനോ ആരായാലും കൊള്ളാം ഒരു ഫംഗ്ഷൻ്റെയും കാര്യത്തിൽ ഫംഗ്ഷനായിട്ട് വരാറില്ല, സ്വീകരിക്കാറുമില്ല, ക്ഷണിക്കാറുമില്ല, കൊണ്ടുവരാറുമില്ല. ഏതെങ്കിലും ഒരു വയസ്സായിട്ടുള്ള ആൾ, ആ സാഹിത്യകാരുടെ അല്ലെങ്കിൽ ശ്വേതാദേവി, മഹാശ്വേതാദേവിയൊക്കെ അങ്ങനത്തെ ആൾക്കാരാണ് സാധാരണ വരിക. അപ്പോൾ കഴിഞ്ഞ തവണ അവിടെ പോയപ്പോൾ, കഴിഞ്ഞ കൊല്ലം പോയപ്പോൾ ഞാൻ ചോദിച്ചു, എന്താ ഇങ്ങനെ ഇയാൾ? അത് ഒരു അബദ്ധം പറ്റിയതാണ്, ഇനി ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. ഇത്തവണ ചെന്നപ്പോൾ അയാൾ തന്നെ വീണ്ടും വന്നിരിക്കുന്നു. അതാണ് കാരണം, വേറൊന്നുമില്ല. അക്കാദമിയുടെ ദൈനംദിന പ്രവർത്തനങ്ങളിൽ സർക്കാരിന്റെ ഒരു രാഷ്ട്രീയ ഇടപെടലുകൾ കൂടുതലായിട്ട് അല്ല, അക്കാഡമിയുടെ അംഗങ്ങളെ ബാക്ക്ഗ്രൗണ്ടിൽ നിയന്ത്രിച്ചിട്ട് അവരെ പൊളിറ്റിക്കലൈസ് ചെയ്യണം. യൂണിവേഴ്സിറ്റീസിൽ നിന്നാണ് കാര്യമായിട്ട് കോൺട്രിബ്യൂഷൻ വരുന്നത്. അക്കാഡമിയുടെ അവരാണ് സ്പോൺസർ ചെയ്യുന്നത്. ആ സ്പോൺസർ ചെയ്യുന്ന ആളുകളിൽ നിന്നാണ് ഔട്ട് ഗോയിങ് അക്കാഡമി, പുതിയ അക്കാഡമി എലക്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ സ്പോൺസർ ചെയ്യുന്ന ആളുകളെ യൂണിവേഴ്സിറ്റിയൊക്കെ ഭരിക്കുന്ന ഇപ്പോൾ ഏത് രാഷ്ട്രീയ പാർട്ടിയാണോ അവർ സ്പോൺസർ ചെയ്യാൻ തുടങ്ങിയാൽ, അങ്ങനെ മുമ്പ് പതിവില്ല, അങ്ങനെ തുടങ്ങി. അപ്പോൾ ഡിവിഷൻ വന്നു. ഡിവിഷൻ വരുമ്പോൾ എന്ത് കാര്യം പറഞ്ഞാലും അത് അവരങ്ങോട്ടും കൂടെ മുഖത്തോട് മുഖം നോക്കും. നമ്മുടെ പാർട്ടിയുടെ തീരുമാനം അങ്ങനെയല്ല എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല നിർത്തും. പിന്നെ അവിടെ എന്ത് ഡെമോക്രസി ഉള്ളത്? അടുത്ത കാലത്താണ് ഈ ഗവൺമെൻറ് വന്നതിന് ശേഷമാണ് സെൻറ്ററിൽ. മോദി ഗവൺമെന്റ്. അതെ അതെ. മറ്റു കഴിഞ്ഞ തവണ ഇതേ അക്കാദമിയിൽ തന്നെയാണ് താങ്കൾ വൈസ് പ്രസിഡന്റ് ആകാനായിട്ട് മത്സരിക്കുകയും പരാജയപ്പെടുകയും ചെയ്തത്. അപ്പോൾ അക്കാദമിക്ക് ഇങ്ങനെ ഒരു രാഷ്ട്രീയ പ്രശ്നം ഉണ്ടെങ്കിൽ എന്തിനാണ് മത്സരിച്ചത്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് താങ്കൾ? അല്ല, അവിടെ മത്സരം ഉണ്ടായിരുന്നില്ല. മത്സരം ഇല്ല എന്നുകൊണ്ടാണോ നമ്മൾ നിന്നത്? മത്സരിക്കാനായിട്ടല്ല നിന്നത്. ആരും മത്സരിക്കാനില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് അവരെന്നെ കൊണ്ട് നിർത്തിയത്. പിന്നെ നോക്കുമ്പോൾ ഒരാൾ മത്സരിക്കാൻ വന്നു, നോക്കുമ്പോൾ മാത്രമല്ല അത് പോളറൈസ്ഡ് ആണ്. ഔദ്യോഗികമായിട്ട് ഒരു പാർട്ടിയുടെ ഒഫീഷ്യൽ കാൻഡിഡേറ്റ്സാണ് അവർ. പാർട്ടി ഫങ്ഷണറീസാണ്, പാർട്ടിയുടെ ഭാരവാഹികളാണ്, ചുമതലക്കാരാണ്. ഞാൻ പറഞ്ഞു ഞാനില്ല, ഞാൻ പോവുകയാണെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഉണ്ടായത്. അക്കാദമിയുടെ റണ്ണിങ്ങിൽ ഒരു വലതുപക്ഷ രാഷ്ട്രീയം കടന്നു വരുന്നു എന്നാണോ? അങ്ങനെയല്ല, ഈ ഭരണത്തിൻ്റെ ഒരു ഹൈ ഹാൻഡഡ്നെസ് അതിൻ്റെ റണ്ണിങ്ങിൽ വരികയാണ്. അപ്പോൾ ഒരു സാധാരണ ആളുടെ ഇൻട്രസ്റ്റിന് അവിടെ യാതൊരു മാർഗമില്ല എന്നർത്ഥം. ഫെയർനെസ് പോയി. ഒരു അക്കാഡമി ഒരു അവാർഡ് കൊടുക്കേണ്ട പ്രശ്നം വരുമ്പോൾ അത് ജഡ്ജായിട്ട് വെക്കേണ്ടത് ആരാണ് തീരുമാനിക്കുന്ന കാര്യം വരുമ്പോൾ ഒരു പ്രൊസീജിയറുണ്ട് അവിടെ. ആ പ്രൊസീജിയർ മറികടന്നിട്ട് ഇഷ്ടംപോലെ ചെയ്യാൻ തുടങ്ങിയാൽ എന്താ ചെയ്യുക? ഇപ്പോൾ അക്കാഡമിയിൽ സാധാരണഗതിയിൽ ഒരു അവാർഡ് നിശ്ചയിക്കുമ്പോൾ 3 ജഡ്ജിമാരെ നിശ്ചയിക്കുക ആദ്യം, റെഫറീസിനെ. ഈ റെഫറീസ് ആരാണെന്ന് ഈ 3 പേര് പോലും പരസ്പരം അറിയില്ല. മാത്രമല്ല ഈ റെഫറീസ് ആയിരിക്കേണ്ട ആളുകളുടെ, ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകളുടെ ഒരു വലിയ ബാങ്ക് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, ഡാറ്റാ ബാങ്ക്. അതിൽ നിന്ന് നറുക്കിട്ടെടുക്കുകയാണ് 3 പേരെ, നറുക്കിട്ടെടുക്കുകയാണ്. എന്നിട്ട് ഈ 3 പേരേക്ക് ക്യാമറ ഇൻ ക്യാമറ കമ്മ്യൂണിക്കേഷൻ അയക്കുകയാണ്. ഞാനൊരു ജൂറി മെമ്പറാണെങ്കിൽ അങ്ങ് ജൂറി മെമ്പറാണെന്ന് എനിക്കറിയില്ല, മറിച്ചും അറിയില്ല. അങ്ങനെയാണ് കൊണ്ടുപോകുന്നത്. ആ മീറ്റിങ്ങിൽ വരുമ്പോഴേ അറിയില്ല ഇതാരാണെന്ന്. ആ അവസ്ഥ മാറിയിട്ട് ഇയാൾക്ക് അവാർഡ് കൊടുക്കണം, അതുകൊണ്ട് ഇയാളെ വയ്ക്കാം, അയാളെയും വയ്ക്കാം എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് തുടങ്ങിയാൽ എന്താ ചെയ്യുക? ദെൻ വൈ ഷുഡ് ദെർ ബി എൻ അക്കാഡമി അറ്റ് ഓൾ? ഇപ്പോൾ കേരളത്തിൽ അതല്ലേ നടക്കുന്നത്. അതുകൊണ്ടല്ലേ ഈ അക്കാഡമിയിൽ 4 കാലത്തേക്ക് ഞാൻ പോകാത്തത്. 1962 അവാർഡ് കിട്ടിയ ഞാൻ ഇന്ന് വരെ അക്കാഡമിയുടെ ഏതെങ്കിലും തരത്തിൽ ഒരു അടുത്തേക്ക് പോയിട്ടില്ല. കേന്ദ്ര സാഹിത്യ അക്കാദമി യൂണിയൻ ഗവൺമെന്റ് റൺ ചെയ്യാൻ തുടങ്ങി എന്ന അതാണ് അർത്ഥം. അതെ അതെ. പക്ഷേ അക്കാഡമിയുടെ ഒരു പ്രസ് റിലീസിൽ പറഞ്ഞത് ആ മന്ത്രി ഒരു സാഹിത്യകാരനാണ് എന്ന് പറഞ്ഞു. അതൊന്ന് പിന്നെ പോയി നോക്കൂ, ഗൂഗിളിൽ ചെക്ക് ചെയ്ത് നോക്കൂ. യു ക്യാൻ ഡു ഇറ്റ് നൗ, ഈവൻ നൗ. കുറച്ച് ഇദ്ദേഹത്തിൻ്റെ മന്ത്രിയായതും ഒക്കെ അതിനകത്തുണ്ട്. അദ്ദേഹത്തിന് IAS കൊടുത്തതും അദ്ദേഹം IASകാരനായി നിയമിക്കപ്പെട്ടതൊക്കെ ഉണ്ട്. പക്ഷേ അദ്ദേഹം എന്തെങ്കിലും എഴുതിയതായിട്ടോ എഴുതിയതിന് എന്തെങ്കിലും അംഗീകാരം കിട്ടിയതായിട്ടോ ഗൂഗിളിൽ കാണാനില്ല. 3-4 ബുക്കുകളുടെ കാര്യം അതിപ്പോൾ ഈ ലോകത്ത് ഒരുപാട് പേര് പുസ്തകം എഴുതാറുണ്ട്. ഇപ്പോൾ പ്രശ്നങ്ങളൊന്നുമില്ല. കയ്യിൽ കാശുണ്ടെങ്കിൽ 50,000 രൂപ കൊടുത്താൽ പുസ്തകം അടിച്ചു തരും, ആരെങ്കിലും അടിച്ചു തരും.
താങ്ക് യു.